ശ്രീ എം കെ ഹരിദാസ്, രാവിലെ പി വി അൻവർ, ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി, വീണ്ടും വൈകുന്നേരം പി വി അൻവർ, ഇങ്ങനെ ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുകയാണ് ഈ പ്രത്യാരോപണങ്ങളുടെ കാര്യത്തിൽ. എൻ്റെ പ്രിയ സുഹൃത്ത് LDFിൻ്റെ പ്രതിനിധി ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ രോഹിണിയെക്കുറിച്ചിട്ടൊരു പരാതി ജനം ടി വിയിൽ വന്ന പിറ്റേ ദിവസം നടപടി എടുക്കുമോ എന്ന് ചോദിച്ചത് അങ്ങേയറ്റം അപലപനീയമായി പോയിട്ട്. കാരണം രോഹിണി എന്ന് പറയുന്നത് മാതിരിയാണോ നികുതിപ്പണം കൈപ്പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥ? ഇപ്പോൾ ഈ പി ശശിയാണെങ്കിൽ നമ്മുടെ നികുതിപ്പണമാണ് അദ്ദേഹം ശമ്പളമായിട്ട് കൈപ്പറ്റുന്നത്. അതുമാതിരി തന്നെ ഈ ADGP കൈപ്പറ്റുന്നതും അതെ, മുഖ്യമന്ത്രി ശമ്പളം വാങ്ങുന്നതും അതെ. അപ്പോൾ രോഹിണിക്കെതിരെ നടപടി എടുക്കുമോ ചോദിച്ചിട്ട് ഈ വിഷയത്തെ അത്ര അധികം ലഘൂകരിക്കരുത്. പിന്നെ താങ്കൾ CPMൻ്റെ പ്രതിനിധിയല്ലേ, എന്നിട്ട് പോലും CPMൻ്റെ ആ കെട്ടുറപ്പും CPMൻ്റെ നടപടിച്ചട്ടങ്ങളും അത്രയൊക്കെ ഒരു കെട്ടുറപ്പൊക്കെ ഇപ്പോൾ ഈ CPMലുണ്ടോ? ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ, ഞാനുണ്ടായിരുന്നതാണ് ഒരു കാലഘട്ടത്തിൽ. ആ കാലഘട്ടത്തിലൊക്കെ ഇപ്പോൾ നമുക്കൊരു ഉദാഹരണം പറയാം. ഇപ്പം ഇന്ന് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? അതായത് ഇദ്ദേഹത്തിന് ഈ അൻവർ എന്ന് പറയുന്ന വ്യക്തിയുടെ പാത, ഇതിനു മുമ്പുള്ള പാത ഇടതുപക്ഷ പാതയല്ല. അതെനിക്ക് ഇഷ്ടപ്പെട്ടു അത്. പക്ഷെ ഇവിടെ ഒരു TK ഹംസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ CPM കോൺഗ്രസിൽ നിന്ന് CPMലേക്ക് ചേക്കേറിയിട്ട് ഇന്നും CPMൻ്റെ പ്രതിനിധിയായിട്ട് അദ്ദേഹം MP ആയി, MLA ആയി, മന്ത്രിയായി. കാരണം അദ്ദേഹം ചേക്കേറുന്ന സമയത്ത് ഉണ്ടായിരുന്ന CPMൻ്റെ കെട്ടുറപ്പും CPMൻ്റെ ഭദ്രതയും CPMൻ്റെ ജനാധിപത്യ ഉൾപാർട്ടി ജനാധിപത്യവും അതൊന്നൊക്കെ ഇപ്പോഴുണ്ടോ? അതുകൊണ്ടല്ലേ അദ്ദേഹം TK ഹംസയ്ക്കും ഇങ്ങനെ പലതും വിളിച്ചു പറയാമായിരുന്നല്ലോ. പക്ഷെ അപ്പോൾ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിരുന്ന ആ കെട്ടുറപ്പ് നഷ്ടപ്പെട്ടതിനെ കൃത്യമായി ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അൻവർ ഇറങ്ങി പുറപ്പെട്ടു. താങ്കൾ പറഞ്ഞത് ശരിയാണ്, പിന്നിൽ ആരോ ഉണ്ട്, അത് കൃത്യമായിട്ട് അറിയാം നമുക്കത് കൃത്യമായിട്ട്. പക്ഷെ താങ്കൾ ആ കെട്ടുറപ്പിനെ പറ്റി പറയുമ്പോൾ കടക്ക് പുറത്ത് എന്ന് മാത്രം പറഞ്ഞ ശീലമുള്ള, മാറി നിൽക്കുക എന്ന് മാത്രം പറഞ്ഞ ശീലമുള്ള ഒരു മുഖ്യമന്ത്രി ഇന്നൊരു പത്രസമ്മേളനത്തിൽ കേവലം CPM ഊതി വീർപ്പിച്ചൊരു ബലൂണാണ് ഈ അൻവർ. അതായത് പരാതിക്കാരൻ പറഞ്ഞത് 56 ഏക്കർ റവന്യൂ ഭൂമി ഇദ്ദേഹം കയ്യേറി എന്ന് പറഞ്ഞിട്ടുള്ള പരാതി ലാൻഡ് റവന്യൂ ബോർഡ് കണ്ടെത്തിയിട്ടുണ്ട്. 19.5 ഏക്കർ ഈ മനുഷ്യൻ കയ്യേറിയിട്ടുണ്ട് എന്ന്. അപ്പം ഇദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ അങ്ങേയറ്റം കളങ്കമുള്ളൊരു വ്യക്തി, CPM എന്ന് പറയുന്ന പാർട്ടിയുടെ വോട്ട് വാങ്ങി ജയിച്ചൊരു വ്യക്തി ഇനിയും പത്രസമ്മേളനം നടത്തിയാൽ എനിക്കും പത്രസമ്മേളനം നടത്തേണ്ടി വരുമെന്ന് സത്യത്തിൽ ഞാൻ പറയുകയാണ്. അതായത് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ അധിപനായിട്ട് ഇദ്ദേഹം വാഴുന്നത് ഒരു ഭാഗം കൊണ്ട് ഞാൻ സന്തോഷിക്കുന്നുണ്ട്. കാരണം ബാക്കി ആരുടെ വാക്കുകൾക്കും പ്രസക്തിയില്ല, ആരുടെ നോട്ടങ്ങൾക്കും പ്രസക്തിയില്ല, ആരുടെ അഭിപ്രായങ്ങൾക്കും പ്രസക്തിയില്ലാതെ ഇദ്ദേഹം ഒരു ഏകാധിപതി, അതായത് തികച്ചും പറഞ്ഞു കഴിഞ്ഞാൽ കിം ജോങ് ഉൻ, കേരളത്തിലെ കിം ജോങ് ഉന്നാണ് അദ്ദേഹം പറഞ്ഞതിനപ്പുറം പാർട്ടിക്കൊന്നുമില്ല. അങ്ങനെയുള്ളൊരു വ്യക്തി ഇന്ന് കേവലം CPM ഊതി വീർപ്പിച്ച ഒരു ബലൂണിൻ്റെ മുമ്പിൽ പറയുകയാണ് ഇനിയും പത്രസമ്മേളനം നടത്തിയാൽ എനിക്ക് ഇനിയും പത്രസമ്മേളനം നടത്തേണ്ടി വരും. ശ്രീ ബലദേവ്, എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്നറിയോ? ഞാൻ ഈ പഞ്ചതന്ത്ര കഥകളിൽ വായിച്ചൊരു കഥയുണ്ട്. അതായത് ഞങ്ങളുടെ നാട്ടിൽ ചെമ്പോത്ത് എന്ന് പറയും, ഉപ്പൻ എന്ന് പറയുന്ന ഒരു പക്ഷിയും പൂച്ചയും നായയും കൂടിയിട്ട് ഉപ്പ് കച്ചവടത്തിന് പോയിട്ട് ഇവർക്കുള്ളിലുള്ള പരസ്പര ധാരണ മാറ്റിമറിച്ചതിൻ്റെ പേരിൽ ഉപ്പ് നിറച്ച വഞ്ചി മുങ്ങുകയും ഇവർ 3 പേരും ബദ്ധശത്രുക്കളാകുകയും ഇന്നും ഇവർ ഭയങ്കര ശത്രുക്കളാണ് ഈ 3 പേരും. നമ്മുടെ നാട്ടിൽ നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഇതിനുള്ളിലെ പരസ്പര ധാരണയോടുകൂടി നടന്ന ഒരു കച്ചവടമുണ്ട് രോഹിണി. പരസ്പര ധാരണയോടുകൂടി മുൻപോട്ട് പോയിരുന്നൊരു സംഗതി ശശി, ADGP, അൻവർ, ഭാഗികമായിട്ട് കർത്തന് പിറകിൽ മുഖ്യമന്ത്രി. അതിൽ വന്ന ഒരു പിഴവിൻ്റെ പേരിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് പരസ്പരം ഭയപ്പെടുന്നു. ഓരോരുത്തരുടെ നാവിലും വിളിച്ചു പറയപ്പെട്ട് കഴിഞ്ഞാൽ കേരളം ഞെട്ടാവുന്ന കുറേ രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങൾ വിളിച്ചു പറയാൻ അജിത് കുമാർ തയ്യാറാവുമോ എന്ന് മുഖ്യമന്ത്രി ഭയപ്പെടുന്നു. അതുപോലെ തന്നെ അൻവർ അതൊക്കെ പറയുമോ എന്ന് മുഖ്യമന്ത്രി ഭയപ്പെടുന്നു. അതുകൊണ്ടാണെന്ന് പറഞ്ഞത് ഇനിയും അൻവർ ഇത്തരത്തിൽ പത്രസമ്മേളനം നടത്തിയാൽ എനിക്കും നടത്തേണ്ടി വരും. ആരാ ഈ പറയുന്നത്? ഇരട്ടച്ചങ്ക്, ഒറ്റച്ചങ്കല്ല, ഇരട്ടച്ചങ്കുള്ളൊരു വ്യക്തി കേവലം ഒരു MLA പത്രസമ്മേളനം നടത്തണോണ്ട് നടത്തിക്കോട്ടെ. ഇദ്ദേഹത്തിൻ്റെ മൗനമായിരുന്നു ശ്രീ ബലദേവ് അദ്ദേഹത്തിന് ഭൂഷണം. ഇന്നത്തെ പത്രസമ്മേളനത്തിൽ അങ്ങേയറ്റം ഭയപ്പെടുന്ന, അങ്ങേയറ്റം പരാജിതനായ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ ഒരു പത്രസമ്മേളനം കാണേണ്ടി വന്നതിൽ ദുഃഖിക്കുന്ന കേരളത്തിലെ കുറച്ച് ജനങ്ങളിൽ ഒരു വ്യക്തിയാണ് ഞാൻ. എന്തിനാണ് ഇദ്ദേഹം ഈ അൻവറിനെ ഭയപ്പെടുന്നത്? അൻവറിനോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞുകൂടെ? ഒരു കാര്യമുണ്ട്, ഞാൻ രോഹിണി നിർത്തുകയാണ്. രോഹിണി, നിങ്ങൾക്ക് കിട്ടില്ല, പക്ഷെ കോൺഗ്രസിനൊന്ന് നന്നായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന, മൂത്തിട്ടേ ഉള്ളൂ, പഴുത്തിട്ടില്ല, വീഴാറാവുന്നേ ഉള്ളൂ.
നിങ്ങൾക്ക് എന്തായാലും കിട്ടില്ല, BJPക്ക് കിട്ടില്ല. അപ്പോൾ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇനിയും 1-2 പത്രസമ്മേളനങ്ങൾ വരും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ 2026 തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടില്ലെന്ന് ഉറപ്പായിട്ടുള്ള അൻവർ ഇനിയും വിളിച്ചു പറയാവുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ രസമുള്ളതും ഇമ്പമുള്ളതും. ഒരു പ്രിയദർശൻ സിനിമ പോലെ ടൈറ്റിലിന് വലിയ പ്രസക്തിയൊന്നും പ്രിയദർശൻ്റെ ഒരു സിനിമയ്ക്കുമില്ല. ചിത്രം എന്ന സിനിമ കണ്ടിട്ട് നമുക്ക് ചിത്രവുമായിട്ട് ഒരു ബന്ധവുമില്ല. അതുപോലെ തന്നെ കിലുക്കത്തിലെ ഒരു കിലുക്കവും നമ്മൾ കണ്ടില്ല. പ്രിയദർശൻ സിനിമ പോലെ അൻവർ വിളിച്ചു പറയുന്നതുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ലെങ്കിലും നമുക്ക് കുറച്ച് ചീഞ്ഞളിഞ്ഞ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ 8 വർഷത്തെ ദുർഭരണത്തിൻ്റെ കാര്യം ഞങ്ങളെപ്പോലുള്ളവർ ഇത്തരം ചാനൽ ചർച്ചകളിൽ പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് വിരോധം കൊണ്ടാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുന്ന ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾക്ക് മറുപടിയുമായിട്ട് അൻവറിൻ്റെ കുറെ കൂടി വിളിച്ചു പറയലുകൾ പുറത്തു വരാനുള്ള സാധ്യതയാണ് ഇന്ന് അൻവർ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നമ്മൾ പറയില്ലേ ബോഡി ലാംഗ്വേജിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനുള്ളതും അതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ.